നമസ്കാരം. ഇന്നത്തെ ഒരു എപ്പിസോഡ് ഒരു പ്രത്യേക എപ്പിസോഡാണ്. അതായത് ഈ ജയിലിൽ ഒരാളെ ഇറക്കാനായിട്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോകേണ്ട വന്നു. 2-3 പ്രാവശ്യം അങ്ങനെ ചെന്ന്. അപ്പം അന്നേരം അവിടുത്തെ ജയിലിലെ വാർഡന്മാരെ അങ്ങനെയൊക്കെ പരിചയപ്പെട്ടു. അപ്പം അവിടുത്തെ സിറ്റുവേഷനൊക്കെ കാണാനൊക്കെ ഇടയായി. അങ്ങനെ ഒരു എപ്പിസോഡ് ജയിലിലെ ജീവിതത്തെക്കുറിച്ചൊരു ഇത് പറയാനാണ്. അപ്പം ഈ ജയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു അവസ്ഥയൊന്നുമല്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മെനു തന്നെ പറയാം. ഫുഡിൻ്റെ രാവിലെ കൃത്യം 6-6:30 ആകുമ്പോഴത്തേനും ഒരു ചായ കിട്ടും. ഒരു 1.5 ഗ്ലാസോളം വരും. അത് നല്ല ഇത്ര നെല്ലിപ്പാലൊക്കെ വേണമെന്നൊക്കെ ഉണ്ട് അതിൻ്റെ ഇത്. പിന്നെ ഒരു 8:30 ആകുമ്പോഴത്തേനും ഒന്നെങ്കിൽ 4 ചപ്പാത്തി. നമ്മുടെ വീട്ടിലൊക്കെ 2 ചപ്പാത്തിയെ കിട്ടാൻ പാടാണ്. അതിന് കറിയൊന്നും കാണില്ല. ഇത് കടലക്കറി അല്ലെങ്കിൽ ഗ്രീൻ പീസ് കറി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. പിന്നെ ഉച്ചയ്ക്ക് കപ്പയുണ്ട്, ചോറുണ്ട്, അതിൻ്റെ കൂടെ സാമ്പാറുണ്ട്, മീൻ. അതായത് 2 വലിയ അയല വേണം. അതിൻ്റെ മെനു ആണത്. 200 ഗ്രാം എങ്ങാണ്ട് മീൻ കൊടുക്കണം അയല. പിന്നെ ചിക്കനൊന്നുമില്ല കേട്ടോ, മട്ടനാണുള്ളത് ശനിയാഴ്ചകളിൽ. അതിങ്ങനെ 2 ദിവസം. കപ്പയ്ക്ക് മീൻ ചാറ് വേറെ കിട്ടും. മീൻ കഷ്ണത്തിൻ്റെ കൂടെ നല്ല ചാറ് കിട്ടും. പിന്നെ വൈകുന്നേരം ഒരു ഇതുണ്ട്, പിന്നെ ചായയുണ്ട്. പിന്നെ അത്താഴത്തിന് കഞ്ഞിയുണ്ട്. ഈ കപ്പയൊക്കെ ബാക്കി വെച്ച് അതൊക്കെ കൂട്ടിയാണ് ഇവർ കഴിക്കുന്നത്, മീൻ ചാറുമൊക്കെ. പിന്നെ അതിൻ്റെ കൂടെ പയറുണ്ട്, അങ്ങനെ അച്ചാറുണ്ട്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അതാണ് ഫുഡിൻ്റെ ഒരു ക്രമം. കൃത്യമായി അതിനകത്ത് ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാമറയിലെല്ലാം കാണും. അതും 5-6 ഗ്രേഡ് സെല്ലുകളാണുള്ളത്. അതിനകത്ത് ഏറ്റവും ക്രിമിനൽസ് ആയവരെ ഒരു സെല്ലിൽ, ഇച്ചിരി കൂടെ ക്രിമിനാലിറ്റി കുറഞ്ഞവരെ വേറൊരു സെല്ലിൽ, ഏറ്റവും ചിലർ അബദ്ധത്തിൽപ്പെടുന്നവരുണ്ട്. അവരെയൊക്കെ അന്നേരം അവിടുത്തെ ജയിലർമാർക്കൊക്കെ അറിയാം, വാർഡന്മാർക്കൊക്കെ അറിയാം. അവരെ വലിയ പ്രശ്നക്കാരില്ലാത്തവരെ സുരക്ഷിതമായ സെല്ലിലാണ് അടയ്ക്കുന്നത്. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഒരു സെറ്റപ്പ്. പിന്നെ അതുപോലെ തന്നെ ആഴ്ചയിലൊരിക്കൽ ബാർബർമാർ വരും. നമ്മളിവിടെ 150 രൂപ കൊടുത്ത് എന്ത് പാടാ ഒരു മുടി വെട്ടാനും ഈ 50 രൂപ കൂടെ കൊടുത്ത് ഷേവ് ചെയ്യാനൊക്കെ. അവിടെ എല്ലാം ഫ്രീ ആണ്, കൃത്യമായ മുടി വെട്ടൽ. പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ വരും. പിന്നെ സോഷ്യൽ വെൽഫെയറിൻ്റെ ആൾക്കാർ വരും. അവർ നമുക്ക് അവിടുത്തെ ജയിലിലെ എന്തെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മോശമായ ഡീലിംഗ് ഉണ്ടോയെന്നറിയും. കാരണം എന്ത് പരിഗണനയാണെന്നറിയാവോ ആ ജയിലുമാർ. പിന്നെ ഒരു ചുമയോ വലിയ പനിയോ ഒക്കെ കഴിഞ്ഞാൽ മന്ത്രിമാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ പോലീസ് എസ്കോർട്ടോട് കൂടി കൊണ്ടുപോകുന്ന രോഗികളും ഒക്കെ ഉള്ള ഒരു ജയിലിൽ കിടക്കുന്നവരാണ്. അങ്ങനെയുള്ളവരത്. പിന്നെ ഡോക്ടർമാർ വന്ന് എല്ലാ ചെക്കപ്പും ഫ്രീ ആണ്. എല്ലാം ചെയ്ത് അതിനുള്ള മരുന്നുകളെല്ലാം കൃത്യമായിട്ട് തരും. പിന്നെ അതുപോലെ തന്നെ 3 പത്രമാണ്. ഈ 3 പത്രത്തിന് വേണ്ടി അപ്പുറത്തെ പ്രദേശത്തിലെ ആൾക്കാർ വഴക്കുണ്ടാക്കും. നമ്മുടെ വീട്ടിൽ ഒരു പത്രം വരുത്തിയിട്ട് ഒരു മാസം കൊടുക്കാൻ പറ്റുന്ന പാട്. പിന്നെ അതുപോലെ തന്നെ ചെസ്സ് കളി, പിന്നെ ക്യാരംസ് കളി, അങ്ങനെ വിനോദ ഉപാധികളാണ്. പിന്നെ ഭയങ്കര വൃത്തിയാണ് കേട്ടോ അവിടുത്തെയൊക്കെ സംഭവങ്ങൾ. അതുപോലെ തന്നെ അവിടെ സീനിയോറിറ്റി ഉണ്ട് കേട്ടോ. കാരണം ഏറ്റവും ക്രിമിനലായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ കിടക്കുന്നത്, അവനാണ് അവിടുത്തെ ഏറ്റവും നമ്മൾ ഈ കോളേജിലൊക്കെ പഠിക്കുകയല്ലേ, PGക്കാർ സീനിയർ, ഡിഗ്രിക്കാർ അതിൻ്റെ തൊട്ട് താഴെ, അതിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എന്നുള്ള ഇതുപോലെ ഏറ്റവും ക്രിമിനൽസാണ്. ഗുണ്ടായിസമൊക്കെ ഉണ്ട്. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ ജയിലർമാരും അവിടുത്തെ വാർഡന്മാരും അവരൊക്കെയാണ് പാവങ്ങൾ. കാരണം അവരൊക്കെ എന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്ത്, ഭയങ്കരമായ കുറ്റം ചെയ്ത് വന്നവരെ എന്തെങ്കിലും ആക്രമിച്ചാൽ ഇവരൊക്കെ പോകുന്ന വഴിക്ക് ഈ ക്രിമിനൽസ് തിരിഞ്ഞ് ആക്രമിക്കും അവർ. അതുകൊണ്ട് അങ്ങനെയൊന്നും ഒരു പരിധി വിട്ടൊന്നും പറ്റില്ല. ഇവരെ തല്ലുക പിടിക്കുകയൊന്നുമല്ല, ഇവരെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർ ഭയപ്പെടും. അവരുടെ ഫാമിലിയെ വരെ ഇവർ ഫോളോ ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഭയങ്കര സൗകര്യം. ഇവരെ കോടതിയിൽ പോലും ഇവരെ കൊണ്ടുപോകേണ്ട ആവശ്യകതയൊന്നുമില്ല. കാരണം അതൊക്കെ വീഡിയോ കോൺഫറൻസിലൂടെയൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ടൈൽസിൻ്റെ എന്ത് വില കൂടി ടൈലൊക്കെയാണെന്നറിയോ. ടൈലിട്ട് അതിൻ്റെ പുറത്ത് അതിൻ്റെ പുറത്ത് 2-3 കമ്പിളിയൊക്കെ ഇട്ട് സുഖജീവിതമാണ് ഇവിടെ ആഹാരത്തിന്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു ദിവസം, അത് കൃത്യമായിട്ട് എന്നോട് ഞാൻ മറന്നുപോയത്, ബിസ്ക്കറ്റുകൾ, അതായത് എത്ര ബിസ്ക്കറ്റ് വേണമെങ്കിലും ഗൂഗിൾ പേ ആരെങ്കിലും ചെയ്ത് കൊടുത്താൽ അതിനനുസരിച്ചുള്ള ബിസ്ക്കറ്റുകൾ, ഈ സ്നാക്സൊക്കെ കൂട്ടിയാണ് അവിടെ ഭയങ്കര ആഹാരങ്ങളുമൊക്കെ. അങ്ങനെയൊക്കെ ഉള്ളൊരു സുഖകരമായ ജീവിതമാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഒരു കറിക്കോ ഒരു മീനിനൊക്കെ ഒരു കുഞ്ഞ് കഷ്ണമാണ് ഉച്ചയ്ക്ക് കിട്ടുന്നത്. ഇവിടെ അങ്ങനെയൊന്നുമല്ല, മീൻ തിന്നാൻ പറ്റില്ല.
ആ കപ്പയൊന്നും തിന്ന് തീർക്കാൻ പറ്റില്ല. അതുപോലുള്ള ഒരു സൗകര്യങ്ങളാണ് ഈ ജയിലിനകത്തുള്ളത്. ഇതിൻ്റെയൊക്കെ അധികപ്പറ്റൊക്കെ അവിടുത്തെ ജയിൽ അധികൃതർക്കൊക്കെ അറിയാം. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇതൊക്കെ മനുഷ്യാവകാശത്തിൽ പെടുന്നതാണെന്നാണ് പറയുന്നത്. എന്താണെന്നറിയില്ല. അവരപ്പോൾ എന്നോട് പറഞ്ഞ് ഇങ്ങനെയൊരു സംഭവം ചെയ്യത്തില്ലെന്ന് ചോദിച്ചു, ഷൂട്ട് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞു എങ്ങനെ ഷൂട്ട് ചെയ്യാൻ, ഇതിനകത്ത് സെൻട്രൽ ഗവൺമെൻറ് ഒക്കെ സാങ്ഷൻ വേണ്ടി വരും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒക്കെ സാങ്ഷൻ വേണ്ടി വരും ഷൂട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയത് ഇടുന്നത്. ഇത് പിന്നെ അവിടെ സുഖമാണെന്നൊന്നും വിചാരിക്കേണ്ട. റൂമിൽ നമ്മളെ അടച്ചിട്ടേച്ച് ഈ സൗകര്യങ്ങളെല്ലാം തന്നാലും നമുക്ക് ആ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരവസ്ഥ ഇല്ലല്ലോ. പിന്നെ രണ്ടാമത് വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അവിടെ വാർഡന്മാരൊന്നും തല്ലിയില്ലെങ്കിലും അവിടെ പിന്നെ മറ്റു കുറ്റവാളികൾ ക്രൂരമായി കൊച്ചു കുട്ടികളെ പീഡിപ്പിക്കുക, മോഷണക്കേസ്, അതുപോലെ തന്നെ അമ്മയൊക്കെ കൊന്നച്ചൊക്കെ ചെല്ലുന്നവരെ എടുത്തിട്ട് അവിടെയുള്ള ജയിലിലുള്ളവരെ ഇടിക്കും കേട്ടോ. അതൊന്നും ഇല്ല. അതായത് ജയിലിലെ ഒരു വേറൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്ഫോടന കേസിലെ കസബൊക്കെ ലാസ്റ്റ് പറയേണ്ട വന്നു, എന്നെ ഒന്ന് കൊന്നേക്കാമോ എന്ന്. ആ അവസ്ഥയുണ്ട് കേട്ടോ ജയിലിൽ. അതുകൊണ്ട് അങ്ങനെയൊന്നും ഇത് സന്തോഷ് മാധവൻ എന്നും പറഞ്ഞ ഒരാൾ കൊച്ചുകുട്ടികളെയൊക്കെ പീഡിപ്പിച്ചേച്ച് കിടക്കുന്ന അത് അതൊക്കെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു പോയി. കാരണം എന്ന് പറഞ്ഞാൽ അയാളൊരു വേറൊന്നും പറഞ്ഞില്ല, അയാൾ പെണ്ണാകാത്തത് നന്നായി. അപ്പം എത്ര ക്രൂരമായിരിക്കും അയാളോടൊക്കെ ആ ജയിലിലെ സഹതടവുകാരുടെ ഇടപെടലൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് പക്ഷേ ഈ ആഹാരത്തെ നമ്മുടെ വീട്ടിലെ കഞ്ഞിക്കും കറിക്കുമൊക്കെ എന്ത് ബുദ്ധിമുട്ടുന്നു, ആ ഒരു അവസ്ഥയൊന്നുമല്ല അവിടെ അവർക്ക്. എന്നിട്ട് ഈ ജയിൽ പുള്ളികൾ പറയുന്നത് ഇതൊക്കെ ഞങ്ങളുടെ അവകാശമാണെന്നാണ്, അവകാശമാണ് എന്നൊക്കെയുള്ളൊരു രീതിയിലാണ്. ഇതൊക്കെയാണ് ശരിക്കും ജയിലില്ല. സത്യത്തിൽ കണ്ടിട്ട് സഹിച്ചില്ല കേട്ടോ. കാരണം ഇത്രയും സുഖകരമായിട്ട് ജീവിച്ച് വെറുതെ അല്ല ഇവരൊക്കെ ജയിലിൽ പോകാൻ, ചിലരൊക്കെ തിരിച്ചു പോകാൻ ആഗ്രഹിക്കും. പിന്നെ മാത്രമല്ല അവിടെയൊന്നും ആരും അങ്ങനെയൊന്നും നല്ലതിലേക്കൊന്നും പോകില്ല. അവിടെ ഉണ്ടാകുന്ന സൗഹൃദങ്ങൾ തന്നെ ഒരു വല്ലാത്തൊരു സൗഹൃദങ്ങളാണ്. കാരണം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഫോൺ നമ്പറൊന്നും എഴുതി മേടിക്കാനൊന്നും പറ്റില്ല. അതിന് പകരം 5 നമ്പർ ഒരു ദിവസം പഠിക്കും, ബാക്കി 5 നമ്പർ പിടിക്കും. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്റ്റായി എല്ലാം മയക്കുമരുന്ന് കേസ്, ഇല്ലെങ്കിൽ മോഷണ കേസ്, ഇല്ലെങ്കിൽ ചന്ദന കേസ്, ഇങ്ങനെയുള്ളവർ തമ്മിൽ വെളിയിൽ ഇറങ്ങിയിട്ട് ഭയങ്കര സൗഹൃദമാണ്. അങ്ങനെ ഒരു ഗുണ്ടാ സെറ്റപ്പ് തന്നെ വരും. കൊട്ടേഷൻ ടീമുകൾ ഇവരെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് ഇവർ പിന്നെ അത് തുടരും. അങ്ങനെ ജയിലിൽ പോയാൽ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. പിന്നെ വീഡിയോ സിഗരറ്റൊന്നും വലിക്കാൻ പറ്റുകയെന്നേ ഉള്ളൂ. പണ്ടൊക്കെ കഞ്ചാവ് സഹിതം ഉപയോഗിച്ചു, ഇപ്പോൾ അതൊന്നും നടക്കുകയെന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ അവിടെ പോയ ക്രിമിനൽസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെയാണ്. പിന്നെ ഇവരൊക്കെ തപ്പി വന്ന് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്റ്റ് ചെയ്യും. ഇത്രയാണ് ഈ ഞാനവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയൊരു എപ്പിസോഡ് അനുജോത്യമാണെന്ന് അറിയാം, എന്നാലും അതൊരു വല്ലാത്ത വേദന തോന്നിയൊരു സംഭവമാണ്. നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ കാണാം.